ശക്തമായിട്ടല്ലേ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി പറയുന്ന ഒരേ കാര്യമാണ്. വയനാട് കേരളത്തിൻ്റെ ഭാഗമാണ്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിലെ ഈ മഹാദുരന്തത്തിന് മുമ്പിൽ കേന്ദ്രം കൈക്കൊണ്ട നിലപാട് അങ്ങേയറ്റം തെറ്റാണ്, ദേശവിരുദ്ധമാണ്. വേറൊന്നും പറയുന്നില്ല. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. ആ വാക്ക് പാലിക്കണം. ആ വാക്ക് അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തത്തിന് മുമ്പിൽ നിൽക്കുന്ന വയനാട്ടുകാർക്ക് ഒരു ഭയപ്പാടും വേണ്ടെന്നാണ്. വയനാടിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി വഹിക്കേണ്ട എല്ലാ പങ്കും കേന്ദ്രം വഹിക്കാമെന്ന് പറഞ്ഞു. ആ പങ്ക് വഹിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് ഞങ്ങൾ രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതൊരു തെറ്റായ പോക്കാണ്. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും കൊടുത്ത സഹായത്തിൻ്റെ അളവെല്ലാം തുകയെല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ തുകയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തോട് കാണിക്കുന്നത് ഏറ്റവും കടുത്ത അവഗണനയാണ്. ഈ അവഗണനയ്ക്ക് ഒരു കാരണവശാലും നീതീകരണമില്ല. അത് മാറ്റിയേ തീരും. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ലാഭവിഹിതം കേന്ദ്രത്തിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ധനമന്ത്രിയുടെ കത്ത് മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട്. ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതെല്ലാം പുതിയ കാര്യമല്ലേ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിൻ്റെ പേരിൽ അവിടെയും പിടിമുറുക്കുകയാണ്. എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുകയാണ്. രാഷ്ട്രീയ പകപോക്കലാണിത്. BJP കൈക്കൊള്ളുന്ന നയങ്ങളോട് യോജിക്കാത്ത കേരളത്തിലെ LDF ഗവൺമെൻറ് ഒരു പുതിയ വികസന പാതയ്ക്ക് വേണ്ടിയുള്ള വഴി കാണിക്കുന്ന ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിന് എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കലാണ് കേന്ദ്ര നീക്കം. ഇതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ എംബാർഗോയാണ്, സാമ്പത്തിക ഉപരോധമാണത്. അത് നീതീകരണമില്ല, തെറ്റാണത്. മറ്റേ കാര്യം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായം കേരള സർക്കാരിനും കേരളത്തിൽ ലഭിച്ചിട്ട് അതിൽ കർണാടക സർക്കാർ 100 വീടുകൾ വെച്ച് നൽകാമെന്ന് സിദ്ധാരാമയ്യ നേരിട്ട് പറയേണ്ടത്. പക്ഷേ അതിൽ ഇതുവരെ യാതൊരു മറുപടിയും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ശ്രദ്ധ വേണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാരാമയ്യ ഒരിക്കൽ കൂടി കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. ഇങ്ങനെ ഒരു സഹായം സ്വീകരിക്കാതിരിക്കുക എന്നുള്ള സാഹചര്യം എന്താ? പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ മുഖ്യമായ കാര്യം അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകണം. ആ ടൗൺഷിപ്പിൽ നല്ല വിസ്തൃതി സ്ഥലം വേണം. 2 തോട്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേരള ഗവൺമെൻറ്. ആ തോട്ടങ്ങൾ സാമാന്യഗതിക്ക് സമ്മതിക്കേണ്ടതാണ്. അവിടെ ഈ പാവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പുതിയ ടൗൺഷിപ്പ് പണിയാൻ വേണ്ട. അതൊരു വീട് മാത്രം പോരല്ലോ. വീട് വേണം, സ്കൂള് വേണം, ആശുപത്രി വേണം, കളിക്കളങ്ങൾ വേണം, ജീവിതം വേണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ ഉചിതമായ സ്ഥലം കണ്ടെത്തി കേരള ഗവൺമെൻറ്. എല്ലാവരും ഓർത്തത് ആ ബന്ധപ്പെട്ട ആളുകൾ, തോട്ടമുടമസ്ഥന്മാർ സഹകരിക്കുന്നുമായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ അവരിപ്പോൾ പോയിരിക്കുന്നത് കോടതിയിലേക്കാണ്. അങ്ങനെ നിയമക്കുരുക്കിലേക്ക് അത് പെട്ടുപോകാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോൾ സംശയിക്കേണ്ടത് ആരോ അവരുടെ പുറകിലുണ്ടായിരിക്കാം. സംസ്ഥാന സർക്കാരിന് മറ്റൊരു സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ ഇത്തരൊരു സഹായമായിട്ട് വരുമ്പോൾ അത് എല്ലാ സഹായങ്ങളും വേണം. എല്ലാ സഹായങ്ങളും വേണം. അവിടെ രാഷ്ട്രീയമൊന്നും ഈ സർക്കാർ നോക്കില്ല. പക്ഷേ ആ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെയും ഒരു തെറ്റുമില്ല. മറുപടി ആ സ്ഥലം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിലുള്ള എല്ലാ പ്രൊജക്റ്റും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യം ആ പണം സ്വീകരിക്കും. ആ പദ്ധതി പൂർത്തിയാക്കാനുള്ള സ്ഥലത്തിൻ്റെ ഈ കുരുക്കം അഴിഞ്ഞ് കിട്ടണം, അഴിക്കാൻ സഹായിക്കണം, കോൺഗ്രസ് സഹായിക്കണം ആദ്യം. ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള 2 അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവിടെ ഒരുപാട് തർക്കമുണ്ടാക്കി, 2 അഭിപ്രായം ഉണ്ടാക്കി പ്രശ്നം വീണ്ടും വഷളാക്കുന്നത് ഗുണകരമല്ല. അത് തീർക്കാൻ പറ്റിയ കാര്യമാണ്, തീർക്കാൻ പറ്റും ആ വിശ്വാസമുള്ളത്. ഓരോരോ കാര്യവും പറഞ്ഞ് ഓരോ ന്യായം പറഞ്ഞ് അതിനകത്ത് വെള്ളം കലക്കിയാലും പിടിക്കാൻ നോക്കരുത്. ഇപ്പോൾ ഈ സമരം തുടങ്ങുമ്പം കയർ മേഖലയിലെ പ്രതിസന്ധി അത് തുടർച്ചയായിട്ടുള്ള എല്ലാം നോക്കാം നമുക്ക്.